വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കളിമണ്ണ് കൊണ്ടുള്ള ഒരു പാത്രങ്ങളുടെയും അതിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസിൻ്റെയും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം ഒരു 90% സാധനങ്ങൾ എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് അദൃശ്യമായിട്ട് കണ്ടൊരു ഷോപ്പിലേക്ക് കയറി ഇന്നൊരു സാധനം അന്വേഷിക്കുന്ന അടിസ്ഥാനത്തിൽ ആ ഒരു കാര്യങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോയിലുള്ളൊരു ഈ ഷോപ്പിൽ ഞാനിപ്പോൾ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷോപ്പിലെ പ്രൊഡക്റ്റോ ആ ഷോപ്പിലെ സെയിൽസോ പ്രൈസോ കാര്യങ്ങളൊന്നും ഞാനായിട്ട് ബന്ധപ്പെട്ടതല്ല. അതൊക്കെ നിങ്ങൾ റിസ്ക് നിങ്ങൾ ഉപയോഗിച്ച് വാങ്ങി ചെയ്യേണ്ടതാണ്. നമ്മളിത് മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്താണ് കാണുന്നത് കേട്ടോ. മലപ്പുറം ജില്ലയിലെ തിരൂർ താനൂർ റോഡിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു ഷോപ്പ് തന്നെയാണിത്. അതായത് എല്ലാ ആവശ്യമുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സെറാമിക്കിൻ്റെ ആണെങ്കിലും പിന്നെ കളിമണ്ണിൻ്റെ ആണെങ്കിലും എല്ലാ സാധനങ്ങളും, അതായത് പിന്നെ ഉടന പാത്രങ്ങൾ, ഡെക്കറേറ്റീവ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ സെറാമിക്കുകളും നമ്മുടെ കളിമണ്ണ് റോഡിലുള്ള പാത്രം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അച്ചാറിട്ടുന്ന പിന്നെ ഭരണികൾ, ഒരുപാട് പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഒരുപാട് സെറാമിക്കിൻ്റെ ചെറിയ ബോട്ടുകൾ കപ്പുകളൊക്കെ ഉണ്ട്. ഡെക്കറേറ്റീവ് ഐറ്റംസ് കൃഷ്ണൻ, രാധ, പിന്നെ തുളസിത്തറ, പിന്നെ ഗണപതി ഒക്കെ മണ്ണ് കൊണ്ടുള്ള. പിന്നെ ഈ മണ്ണ് കൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് ശരിക്കും കൊട്ടി നോക്കണം കേട്ടോ. കെട്ടി നോക്കിയിട്ട് ചെറിയൊരു കിണ്ണത്തിൻ്റെ സൗണ്ട് വരികയാണെങ്കിൽ മാത്രം അത് ശരിക്കും ഒരു വേവായിട്ടുള്ള ഒരു പിന്നെ പ്രൊഡക്റ്റ് ആവുള്ളൂ. ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു വേവ് വന്നിട്ടുണ്ടെങ്കിൽ കൊട്ടി കഴിയുമ്പോൾ കിണ്ണത്തിൻ്റെ ഒരു സൗണ്ട് വരും. അപ്പോൾ ആ സൗണ്ട് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ മണ്ണുകൊണ്ടുള്ള പാത്രങ്ങൾ എടുക്കുക. അത് പെട്ടെന്ന് ചാടിക്കരുത് എടുക്കരുത്. ശരിക്കും വിരലിൻ്റെ മടക്കിൽ കൊട്ടി നോക്കണം. ഒരു കിണ്ണത്തിൻ്റെ മുകളിൽ സൗണ്ട് മേടുന്നമായുള്ള പൊട്ടണമായുള്ള ശബ്ദം വന്നാൽ മാത്രമേ അത് ശരിക്കും വെന്തിട്ടുള്ള വേവ് പിന്നെ വെന്തിട്ടുള്ള പ്രൊഡക്റ്റായുള്ളൂ, അതിന് ഉറപ്പുണ്ടാവുള്ളൂ. മറ്റുള്ളത് പെട്ടെന്ന് നനവൊക്കെ വന്ന് ഞങ്ങൾക്ക് പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലായിരിക്കും. ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസാണ് ചില കിളിക്കൂട്, പിന്നെ തോണി, എല്ലാ സാധനങ്ങളും എന്തിനുള്ളതെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു ഇതൊക്കെ പറയുന്നത് മാത്രം. ഉണ്ണിയപ്പച്ചട്ടി വരെ ഉണ്ട് കേട്ടോ. ഉണ്ണിയപ്പച്ചട്ടി ഉണ്ട്, പിന്നെ പുട്ടുകൂടുണ്ട്, ഗണപതി, ബുദ്ധന്, ഒരുവിധ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ആ കുടം വീടിൻ്റെ മുകളിൽ വെക്കുന്ന കേരളത്തിൽ എൻ്റെ ഒരു പിന്നെ ഞാൻ മനസ്സിലാക്കി വെച്ച് നോക്കുമ്പോൾ എനിക്ക് വന്ന എൻക്വയറി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പിന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതലൊന്നും പറയില്ല, ഒരു വിഭാഗം ആളുകൾ ശരിക്കും ഒരു ട്രഡീഷണലായിട്ട് രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ട്രെൻഡാണ് കണ്ടുപിടിക്കുന്നത്. ന്യൂ ജനറേഷൻ ആളുകളായിട്ട് കൂടുതലായിട്ടും പഴയ ഒരു വീടിൻ്റെ ആ ഒരു ഇതിലേക്കും അതേമാതിരി പഴയ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന പഴയ സാധനങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ നല്ലോണം ഉയർന്നു വരുന്നുണ്ട്. പഴയ കാലത്തൊക്കെ കുറച്ച് മുന്നേക്ക് ഒന്ന് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇത് മണ്ണിൻ്റെ പാത്രമാണ്. ഈ പാത്രം അന്വേഷിച്ചാണ് ഞാൻ കയറിയത്. ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് എനിക്കിത് കിട്ടിയിട്ടില്ല. 140, 160 ഒക്കെയാണ് ഇതിന് റേഞ്ച് വരുന്നത്. ഇത് കപ്പാണ്. കപ്പ്, സോസർ, പിന്നെ അതിൻ്റെ ജഗ്ഗുണ്ട്. പക്ഷേ ഇതൊക്കെ പക്ക ചില സാധനങ്ങൾ നമ്മൾ കേരളത്തിൻ്റെ ആണെങ്കിലും ചില സാധനങ്ങളൊക്കെ ഇമ്പോർട്ടഡ് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങളുണ്ട്. ഇതിലൊക്കെ മിക്സിങ് ഉണ്ടാവുമോ പക്ക മണ്ണാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ കാണുമ്പോൾ ഒരേ കളർ തന്നെയാണ്. അപ്പോൾ നമ്മളെ നാടൻ മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കുകയും ഫിനിഷിങ് കുറച്ച് കുറവായിരിക്കും, പെർഫെക്ഷൻ കുറവായിരിക്കും. ആ ഒരു രൂപം ഉണ്ടാവുന്നല്ലാതെ മറ്റുള്ളത് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ മിക്സിങ്ങുള്ള സാധനങ്ങൾ പക്ക ഒരു പ്രൊഫഷണൽ ലുക്ക് അതിനുള്ളിൽ കാണാൻ കഴിയും. നമുക്ക് പക്ക ഒരു പെർഫെക്റ്റ് വളരെ പെർഫെക്ഷൻ ആയിരിക്കും എല്ലാ ഭാഗങ്ങളും. അത്
അത് ശരിക്കും ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ആ ഒരു പ്ലേറ്റ് ശരിക്കും ആ ഒരു നമ്മളെ നാടൻ മണ്ണോട്ട് ഉണ്ടാക്കിയ എന്നുള്ള കമൻറ്റ് ചെയ്യാൻ പുറകുവശത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ബാക്കിയുള്ളത് ഏതൊരു മോൾഡിലിട്ട് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുക. നമ്മൾ സാധാരണ സ്റ്റീൽ, പ്ലാസ്റ്റിക് പിന്നെ പാത്രങ്ങളൊക്കെ നോക്കുന്ന അതേ ഒരു ഫിനിഷിങ് നമ്മൾ കളിമണ്ണിൽ വരികയാണെങ്കിൽ അത് മിക്കവാറും ഒക്കെ കളിമണ്ണാവാൻ സാധ്യത വളരെ കുറവാണ്. എനിക്ക് മനസ്സിലായതാണ് പറയുന്നത്. ഇതൊക്കെ വിളക്ക് വെക്കുന്ന പാത്രങ്ങളാണെന്ന് തോന്നുന്നു. ഇത് ഫ്ലവർ വൈസാണ്. ഫ്ലവർ വൈസിന് 2400 അങ്ങനെ എന്താ റേറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഈ വലുതിന്. അതിലും വലുതുമുണ്ട്, അതിനേക്കാളും കൂടുതൽ റേറ്റ് ആയിരിക്കും. അതിൻ്റെ മുതലാളി അവിടെ എല്ലാ സെക്കൻഡ് സ്റ്റാഫാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവിടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്നുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു ഓവർവ്യൂ ആണ് എല്ലാം തരുന്നത്. ആവശ്യമുള്ളവർ തിരൂര് താനൂർ റോഡിൽ പോയിട്ട് നേരിട്ട് പോയി കണ്ട് സാധനങ്ങൾ ചോദിച്ച് വാങ്ങാൻ. വില നിങ്ങളായി ലോക്കൽ ഏരിയകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം വാങ്ങിക്കാൻ. എല്ലാ സാധനങ്ങളും എല്ലാ സ്ഥലത്തും അവൈലബിലിറ്റി ഉണ്ടാവില്ല. തപ്പി നടന്നാൽ കിട്ടാത്ത സാധനങ്ങൾ ചില സ്ഥലങ്ങൾ കിട്ടും. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം പോയിട്ട് വാങ്ങിക്കുക. നമ്മൾ ലോക്കൽ ഏരിയ കിട്ടാത്ത സാധനങ്ങൾ പിന്നെ എപ്പോഴും ഇങ്ങനെ സ്ഥലങ്ങൾ സെലക്റ്റീവായിട്ട് പോയിട്ടാണ് വാങ്ങിക്കുള്ളൂ. ചില ഏരിയകളിലൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇതേമാതിരി ഫ്ലവർ വേസൊക്കെ വെക്കുന്നുണ്ട്. മണ്ണിൻ്റെ കളറൊക്കെ കൊടുത്തതിന് ശേഷം ഫ്ലവർ വൈസൊക്കെ അത് കുറച്ചുകൂടി വില കുറവായിരിക്കും എനിക്ക് തോന്നുന്നു. എന്നാൽ ഫ്ലവർ വൈസ് അതൊക്കെ മതിയാവുന്ന എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം. മൺവീട് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത്. അപ്പം ഇതിൽ ഫ്രണ്ടിൽ കാർഡ് ഞാനിപ്പം വീഡിയോ എടുത്തിട്ടില്ല, കാർഡിൻ്റെ കയ്യിലുണ്ട്. പിന്നെ മൺവീട് ഇത് തൊട്ട് ചേർന്നിട്ടുള്ള ആ ഒരു കണ്ടത് ഇതൊന്ന് പോസ് ചെയ്തതിന് ശേഷം എല്ലാത്തിൻ്റെ നമ്പർ കാണും കേട്ടോ. ഒരു പ്രൊമോഷൻ വീഡിയോ അല്ലാത്തത് കൊണ്ടാണ് എങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.